നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. കോട്ടയം ഏറ്റുമാനൂർ നീറിക്കാട് സ്വദേശിയായ ജിസ്മോളുടെ മരണം വളരെയധികം ചർച്ചാ വിഷയമായിരുന്നു. കഴിഞ്ഞ ദിവസം ആക്ഷൻ കൗൺസിലിൻ്റെ വലിയ മീറ്റിംഗ് നടന്നിരുന്നു, ജാഥ നടന്നിരുന്നു. അതേപോലെ തന്നെ പിതാവ് നേരിട്ട് മുഖ്യമന്ത്രിയെ കാണുകയും പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായി ഇപ്പോൾ ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയെയും ഭർത്തൃപിതാവിനെയും പോലീസ് സ്റ്റേഷനിലേക്ക്, ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ഉടനെ അറസ്റ്റ് നടക്കും എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും ഫോറൻസിക്കിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ഫോറൻസിക്കിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടുകൂടി ഗാർഹിക പീഡനം നടന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരെ മൊഴിയെടുക്കാനായിട്ട് വിളിച്ചത്. അവിടുത്തെ ഏറ്റുമാനൂർ SHOയുമായി ഞങ്ങൾ പല പ്രാവശ്യം ബന്ധപ്പെട്ടിരുന്നു. അപ്പോഴൊക്കെ കൃത്യമായ തെളിവില്ലാതെ ഒരാളെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പെട്ടെന്ന് ജാമ്യത്തിൽ ഇറങ്ങി പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുക്കാത്തത് എന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം ഷൈനിയുടെ കേസിൽ സംഭവിച്ചത് ഉടൻ തന്നെ കേട്ടപാടെ തന്നെ ഷൈനിയുടെ ഭർത്താവ് നോബിയെ കസ്റ്റഡിയിലെടുക്കുകയും അദ്ദേഹത്തിന് നമുക്ക് ഫോറൻസിക് സംബന്ധമായുള്ള തെളിവുകളോ അല്ലെങ്കിൽ ഫോണിൽ നിന്നുള്ള തെളിവുകളോ എത്തുന്നതിന് മുമ്പ് തന്നെ കോടതിയിൽ ജാമ്യത്തിന് അപേക്ഷിക്കുകയും വ്യക്തമായ തെളിവുകൾ നൽകാൻ കഴിയാതെ നോബി രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതേപോലെയുള്ള അവസ്ഥ ഇതിൽ സംഭവിക്കരുത് എന്ന് കൃത്യമായി ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് SI അതിനുവേണ്ടി അമാന്തം കാണിച്ചത്. അതിന് വളരെയധികം പരാതികൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പേജ് പുറത്തു വന്നിരുന്നു, ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നിരുന്നു. അതിൽ അദ്ദേഹം ഈ കുടുംബങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുടുംബങ്ങളിലെ കലഹം ഒഴിവാക്കുന്നതിനായിട്ട് 100-ലധികം പുസ്തകങ്ങളിൽ നിരന്തരം പീഡനം അനുഭവിക്കുന്ന സ്ത്രീകളുടെ പരാതികൾ കേട്ടുകൊണ്ട് അവരുടെ ഭർത്താക്കന്മാർ രാത്രി 8 മണിക്ക് വീട്ടിൽ അവിടെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒപ്പിടുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. അങ്ങനെ ധാരാളം 100ഓളം പുസ്തകങ്ങൾ ബുക്കുകൾ അവർക്ക് വേണ്ടി സൂക്ഷിച്ചിരുന്നു. ഓരോരുത്തരുടെയും ബുക്കിൽ ദിവസവും അവർ ഒപ്പിടണമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കൃത്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അവർ SIക്ക് നേരെ ആരോപണങ്ങളും വാക്കുകൾ കൊണ്ടുള്ള കല്ലേറുകളും ഒക്കെ ഉണ്ടായി. എപ്പോഴൊക്കെ അദ്ദേഹത്തോട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, വ്യക്തമായ തെളിവില്ലാതെ വ്യക്തമായ കാര്യങ്ങളില്ലാതെ ഞങ്ങൾക്കൊരാളെ അറസ്റ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ട് അദ്ദേഹം ജാമ്യത്തിലിറങ്ങി പോകുന്നതല്ല ശരി എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ വ്യക്തമായ തെളിവുകൾ കിട്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മൊഴികൾ, ഇവരുടെ രണ്ടുപേരുടെയും മൊഴി രേഖപ്പെടുത്തുകയാണ്. ഉടനെ തന്നെ ഭർത്തൃമാതാവിൻ്റെയും മൊഴി രേഖപ്പെടുത്തും. അവർ അസുഖബാധിതയാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് എക്സ്ക്യൂസ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ അവരെയും അവിടേക്ക് വിളിക്കുന്നതാണ്. ഫോണിലെ സംഭാഷണങ്ങളും അതേപോലെ തന്നെ ശാസ്ത്രീയ പരിശോധനകളും ഒക്കെ ഇപ്പം പുറത്തു വന്ന സാഹചര്യത്തിലാണ് അവരോട് മൊഴിയെടുക്കാനായി അവരെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മൊഴിയെടുക്കുന്നതോടു കൂടി തന്നെ അറസ്റ്റ് ഉണ്ടാകും, തീർച്ചയായിട്ടും അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതുകൊണ്ട് ഗാർഹിക പീഡനം കൃത്യമായി നടന്നു എന്ന് ധാരാളം മൊഴികൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൺ പരിശോധിച്ചപ്പോഴൊക്കെ തനിക്ക് ഗാർഹിക പീഡനം അനുഭവിക്കുന്നു എന്ന് കൃത്യമായി രേഖപ്പെടുന്ന പല ശബ്ദ സന്ദേശങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗാർഹിക പീഡനം കുറ്റം ചുമത്തിക്കൊണ്ട് ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള കുറ്റം ചുമത്തിക്കൊണ്ട് തന്നെ അറസ്റ്റ് ഉണ്ടാകും. അതുതന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഉടൻ തന്നെ ഏതായാലും ഇപ്പോൾ മൊഴികൾ രേഖപ്പെടുത്തിയതിന് ശേഷം അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ കഴിഞ്ഞ ദിവസം അതുപോലെ ജിസ്മോളുടെ അച്ഛൻ അതേപോലെ അമ്മ ഒക്കെ പോയിട്ട് മുഖ്യമന്ത്രിയെ കാണുകയും നേരിട്ട് അവരുടെ നിവേദനം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ കോട്ടയത്തെ വാസവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നേരെയും ധാരാളം പരാതികൾ ഉയരുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുജൻ ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ സെക്രട്ടറിയും ജിമ്മിയുടെ പിതാവ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായിരിക്കുന്ന അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ഒരു അന്തർധാര ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇത് അമാന്തം കാണിക്കുന്നത് മന്ത്രി വാസവൻ്റെ ഇടപെടൽ ആണ് എന്നും ഉള്ള ധാരണകളൊക്കെ പരന്നിരുന്നു. എന്നാൽ അതിനൊക്കെ വിപരീതമായിട്ട് ഇന്ന് കൃത്യമായ രേഖകൾ കിട്ടിയതോടുകൂടി തന്നെ ഇപ്പോൾ പോലീസ് വിളിച്ചു വരുത്തി മൊഴിയെടുക്കുകയാണ്. അതിനുശേഷം അറസ്റ്റ് നടക്കുകയാണ്. എന്തായാലും ഇനിയും കേസിൻ്റെ ആക്ഷൻ കൗൺസിലിൻ്റെ 2ാം ഘട്ടം ആരംഭിക്കും എന്ന് ഉറപ്പായതോടുകൂടി തന്നെ പോലീസിനും കൃത്യമായി നടപടികളിലേക്ക് കടക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഇനിയും ഉള്ള കാര്യങ്ങൾ, ഇനിയും ഉള്ള പോലീസിൻ്റെ ആക്ഷനൊക്കെ തന്നെ ഈ നടപടികൾക്ക്, അതുപോലെ തന്നെ ജിമ്മിയുടെ അറസ്റ്റും അതുപോലെ തന്നെ കുറ്റപത്രം കൊടുക്കൽ, അങ്ങനെയുള്ള മൊഴിയെടുക്കൽ, ധാരാളം തെളിവുകൾ ശേഖരിക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. എന്തായാലും വലിയ നീർക്കാടുകാർക്ക് അതേപോലെ തന്നെ ജിസ്മോളുടെ നാട്ടുകാർക്ക് ഒക്കെ തന്നെ വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ജിമ്മിക്കും അതേപോലെ തന്നെ ഭർത്തൃമാതാവിനും ഭർത്തൃപിതാവിനും ഒക്കെ തന്നെ ഭർത്താവിൻ്റെ സഹോദരിക്കും ഒക്കെ തന്നെ ശിക്ഷ ലഭിക്കുന്ന രീതിയിൽ ഈ കേസ് മുന്നോട്ട് നീങ്ങും എന്ന് തന്നെയാണ് നീർക്കാട് സ്വദേശികൾ വിശ്വസിക്കുന്നത്. എന്തായാലും ഒരു സ്ത്രീയും ഒരു പ്രഗത്ഭയായ അഡ്വക്കറ്റും അവരുടെ 2 പിഞ്ചു കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് തള്ളിവിട്ട ഗാർഹിക പീഡനം, അതേപോലെ തന്നെ ആത്മഹത്യാ പ്രേരണ എന്നിവയൊക്കെ ചുമത്തി കേസുണ്ടാകും. അതിനൊക്കെ ജിമ്മിയും
അവരുടെ കുടുംബവും മറുപടി പറയേണ്ടി വരും. ഏതായാലും അടുത്ത ഒരു അപ്ഡേറ്റ്സുമായിട്ട് ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.